ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രോഡക്റ്റ് സർവീസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോച്ചിങ് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ, നമ്മളൊരു ട്രെയിനിങ് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ, അതല്ല നമ്മളൊരു സെയിൽസ് പ്രൊഫഷണൽസിനെ നമ്മൾ കോച്ച് ചെയ്യുകയാണ് അല്ലെ അവരെ മെൻറ്റർ ചെയ്യുകയാണ്. അപ്പോൾ ആ മേഖലയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർ വിശ്വാസ്യത നമ്മൾ നേടിയെടുക്കണം. അത് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന സർവീസിൽ എക്കാലവും കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് ആവശ്യമാണ്. എന്താണ് ഈ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആക്ച്വലി ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, നമ്മുടെ പ്രോഡക്റ്റ് അല്ലെ സർവീസ് എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെന്റ് അവർ പേഴ്സണാലിറ്റി. നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രതിരൂപമാണ് നമ്മുടെ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള പ്രോഡക്റ്റോ സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റോ സർവീസോ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ പ്രോഡക്റ്റ് ഓർ സർവീസ് റെപ്രസെൻറ്റ് അവർ പേഴ്സണാലിറ്റി. അപ്പം നമ്മുടെ സർവീസിലോ നമ്മുടെ പ്രോഡക്റ്റിലോ നമ്മുടെ ആളുകൾക്ക് തൃപ്തിയില്ല എങ്കിൽ, അല്ലെ അവരുടെ റിവ്യൂസ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്റ്റിനോ സർവീസിനോ എന്തോ തകരാറുണ്ട് അല്ലെങ്കിൽ എന്തോ അതിനൊരു പോരായ്മയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്തുവാനൊരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ പേഴ്സണാലിറ്റി വളരുന്ന പോലെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് പറയുന്നത്, പ്രോഡക്റ്റ് സർവീസ് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് ആളുകൾ സജഷൻസ് പറയുമ്പം ചെവി കൊടുത്തുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രോഡക്റ്റോ സർവീസിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കമൻസ് വരുന്നതെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. അത് ഇമ്പ്രൂവ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ ആ പറയുന്ന കച്ചവടത്തിൽ നമ്മൾ മെട്രിക്സ് പരിശോധിക്കുമല്ലോ. നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സർവീസിൻ്റെയോ പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കുറവ് വരുന്നതായിട്ട് തോന്നുമെങ്കിൽ നമ്മളത് പഠിക്കണം. എന്തിനാണ് പഠിക്കുന്നത്? അതിനെ വീണ്ടും മെച്ചപ്പെടുത്താം.